ഷാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് സോബിയ. ഈജിപ്തിലും അതുപോലെ സൗദി അറേബ്യയുടെ ചില റീജിയനിലൊക്കെ ആ നോമ്പ് സമയത്ത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഇത് തണുപ്പിച്ച് കുടിക്കാനാണ് ഭയങ്കര ടേസ്റ്റ്. തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ശരിക്കും നമ്മളെ സംബന്ധിച്ച് ഇത് ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കുടിക്കുന്ന ആ ഷെയ്ക്കായാലും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈജിപ്തിൽ തയ്യാറാക്കുന്നത് പോലെയല്ല സൗദി അറേബ്യയിൽ തയ്യാറാക്കുന്നത്. അവിടെ ഓട്സും ബാർലിയൊക്കെ ചേർത്തിട്ടാണ്. പക്ഷേ ഈജിപ്തിൽ ചോറ് ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടും. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 2 പേർക്കുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് കൈമ അരി കഴുകി വൃത്തിയാക്കി ഒരു 10 മിനിറ്റ് നേരം കുതിർത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ടതിന് ശേഷം ആദ്യത്തെ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യും. അതിനുശേഷം അത് വാർത്തെടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് പകുതി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്, ചൂടാറിയതിന് ശേഷം കേട്ടോ. ഇനി അതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് സാധാരണ പശുമ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂടുതലോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അരച്ച് കഴിയുമ്പോൾ അത് തിക്നെസ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കി ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ തിക്നെസ് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആ ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് മധുരമൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയിൽ അടിക്കുമ്പോൾ അത് നന്നായിട്ട് ചേർന്നോളും. അപ്പോൾ ബാക്കി ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അരച്ച് കഴിഞ്ഞു. ഇനി അതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. അപ്പോൾ നല്ല ഇങ്ങനെ ഒരു സ്മൂത്തായിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. കുറച്ചൊരു തിക്നെസ്സും ഉണ്ടാവും. ഒരു എന്താ പറയുക, ഐസ്ക്രീമൊക്കെ മെൽട്ടായാലുള്ള പോലെയുള്ളൊരു ഫീലിംഗാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഞാനൊരു 2 മണിക്കൂറൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഒരുവിധം തണുത്തിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ തണുപ്പ് വേണ്ടാത്തവർക്ക് ഈ ഒരു ഐസ് ഇടാതെ ഈ ഒരു ടൈമിൽ കുടിക്കാം. അപ്പോൾ വല്ലാതെ നിറച്ചെടുക്കരുത്, കാരണം ഐസ് ക്യൂബ്സ് ഇടുമ്പോൾ അതൊന്ന് പൊങ്ങിപ്പോവും. അപ്പോൾ ഒരു കുറച്ചൊന്ന് താഴ്ത്തി വേണം ഈ ഡ്രിങ്ക് ഒഴിക്കാനായിട്ട്. ഇനി മീതെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡ്രിങ്കാണ്. കാരണം അത്രയും വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കുടിക്കുന്ന മിൽക്ക് ഷേക്കോ അല്ലെങ്കിൽ ജ്യൂസുകളോ അങ്ങനെയുള്ള പോലെയല്ല. ഇത് ശരിക്കും ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ്. തയ്യാറാക്കാൻ നിങ്ങൾ കണ്ടതാണല്ലോ, വളരെ എളുപ്പമാണ്. ഈ വഴിയോര കച്ചവടക്കാർക്കൊക്കെ ശരിക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം, ചെയ്യാത്തവരാണെങ്കിൽ. കാരണം ഇപ്പോൾ നല്ല ചൂടല്ലേ പുറത്ത്. അപ്പോൾ ഇതാണെങ്കിൽ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഇല്ലാത്തൊരു ഡ്രിങ്കാണ്. ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവർക്ക് നല്ല കച്ചവടം കിട്ടും എന്തായാലും. അറബിക് ഫുഡുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഭയങ്കര പോപ്പുലറാണ്. മന്തിയായാലും കബ്സയായാലും ഷവർമയായാലും പിന്നെ എന്ത് വേണം, ബസ്ബൂസ, ബക്ലാവ, അങ്ങനെ ഒരുപാട് ഫേമസാണ്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇതും ഫേമസ് ആവും. കാരണം അത്രയും ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.